ഹലോ, നമുക്കിന്നേ ഒരിടം വരെ പോയാലോ? വാ. ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഇനിയിപ്പോൾ ചന്ദ്രനിൽ പോയാലും തലശ്ശേരി ബിരിയാണി വിട്ട് നമുക്കൊരു കളിയില്ല അല്ലേ? അങ്ങനെ തലശ്ശേരി ബിരിയാണി തേടിയുള്ള പ്രയാണത്തിനൊടുവിൽ ഞങ്ങൾ എത്തിച്ചേർന്നത് ജ്ഞാനഭാരതി മെട്രോ സ്റ്റേഷനടുത്തുള്ള നമ്മുടെ തലശ്ശേരി റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഞാനൊരു തലശ്ശേരി ബിരിയാണി ഫാനാണ്. ഞാനൊരു കണ്ണൂരുകാരിയാണ്. എൻ്റെ ഹസ്ബൻഡ് അങ്ങോട്ടൊരു തൃശ്ശൂരുകാരനാണ്. ഓക്കെ, സോ അങ്ങോട്ടും ഇപ്പോൾ ഒരു തലശ്ശേരി ബിരിയാണി ഫാനാണ് കേട്ടോ. സ്വാഭാവികം അല്ലേ? അപ്പോൾ പറഞ്ഞു വന്നത് ജ്ഞാനഭാരതി മെട്രോ സ്റ്റേഷന് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന തലശ്ശേരി റെസ്റ്റോറൻറ്റിനെ കുറിച്ചാണ്. തലശ്ശേരി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഒന്നൊന്നര ഫീൽ തന്നെയാണല്ലേ? ഓക്കെ, സോ തലശ്ശേരി റെസ്റ്റോറൻറ്റിൻ്റെ പല ബ്രാഞ്ചസും നമ്മുടെ ബാംഗ്ലൂർ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് കേട്ടോ. പല സ്ഥലത്തായിട്ട് ഇതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് നമ്മുടെ തലശ്ശേരി റെസ്റ്റോറൻറ്റ്. അന്ന് ഞങ്ങൾ ചെന്ന ദിവസം ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫിഷൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ചിട്ട് അധികം സമയം ആയിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും തലശ്ശേരി റെസ്റ്റോറൻറ്റിൽ വന്നിട്ടേ ഒരു തലശ്ശേരി ബിരിയാണി കഴിക്കാതിരുന്ന മോശമല്ലേ? അവരെന്ത് വിചാരിക്കും അല്ലേ? സോ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് പോയി. സാധാരണ യൂഷ്വലി ഞങ്ങൾ വരുന്ന സമയങ്ങളിലൊക്കെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവാറുണ്ട്. അന്ന് പക്ഷേ അധികം ആളുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് സീറ്റിങ്സൊക്കെ കണ്ടാൽ മനസ്സിലാവും. അത്യാവശ്യം നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടാണ് അവരിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തലശ്ശേരിയുടെ ആ ഒരു തനതായ കൾച്ചർ വിളിച്ചോതുന്ന രീതിയിലാണ് ഇതിൻ്റെ വോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഭിത്തിയൊക്കെ. നമുക്ക് തലശ്ശേരി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്പൈസസ് കുറേ കാണിച്ചിട്ടുണ്ട്. തെയ്യം, തിറ, അതുപോലെ നമ്മൾ സ്പോർട്സിന് കൊടുക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻസ്, അതൊക്കെ ഒരുപാട് ഇവർ അവിടെ കാണിച്ചിട്ടുണ്ട്. ആ ഒരു ആംബിയൻസിലിരുന്ന്, പ്രത്യേകിച്ച് പുറത്ത് നമ്മൾ ബാംഗ്ലൂർ പോലുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ തലശ്ശേരിയുടെ ആ ഒരു കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുള്ള ഒരു ആംബിയൻസിലിരുന്ന് ഫുഡ് കഴിക്കാൻ ഒരു രസമായിരുന്നു. എൻ്റെ മോനെ, അവന് ചെറിയ പനിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വന്നപ്പോൾ തൊട്ട് അവൻ ഐസ് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശി. എൻ്റെ ഉള്ളിലുള്ള ജാൻസിറാണി സട കുടഞ്ഞ് എഴുന്നേറ്റു കേട്ടോ. ഞാൻ അവന് ഒരു ലോഡ് ഉപദേശം കൊടുത്തപ്പോൾ അവൻ്റെ വക ഒരു ലോഡ് പുച്ഛം തിരിച്ച് കിട്ടിയിരിക്കും. അവസാനം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, പാവം സാരമില്ല, ഒരു ഐസല്ലേ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഐസ് എടുക്കാൻ പോയി. ഓക്കെ, എന്ത് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അവൻ ഐസ് കഴിക്കുന്നത് നോക്കി വെള്ളം ഇറക്കിയിരിക്കുകയല്ലാതെ എനിക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല. എൻ്റെ ഉള്ളിലെ റാണീൻ്റെ കയ്യിലിരുന്ന വാൾ ഉറയിലോട്ടിട്ട് അതും നോക്കി ഞാനിരുന്നു. ഒരു ഐസ് എടുക്കാൻ പോയ എൻ്റെ മോന് 2 ഐസ് മേടിച്ചു കൊടുത്ത് എൻ്റെ ഹസ്ബൻഡ് മാതൃകയായിട്ടോ. അങ്ങനെ വിശപ്പില്ലായിരുന്നിട്ട് കൂടി ഞങ്ങൾ 2 തലശ്ശേരി ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അതാണ് ഞങ്ങളുടെ ഫേവറേറ്റ് അവിടെ. അപ്പോൾ വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ, പക്ഷെ ഞങ്ങൾക്കതൊന്നും ഓർഡർ ചെയ്യാൻ തോന്നിയില്ല. 2 തലശ്ശേരി ബിരിയാണി പറഞ്ഞു. തലശ്ശേരി ബിരിയാണിക്ക് 190 രൂപയാണ് വില. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. എന്നിട്ട് 2 പീസ് ആണുള്ളത്. പിന്നെ ഞങ്ങളൊരു അയല ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വലിപ്പമുണ്ട്, നല്ല ടേസ്റ്റൊക്കെ ഉള്ള ഒരു അയലയായിരുന്നു. ഫ്രഷ് അയല പോലെ തോന്നി കഴിക്കുമ്പോൾ. അതിന് 140 രൂപയായി കേട്ടോ. യൂഷ്വലി ഞങ്ങൾക്ക് ഇവിടെ 180-200 രൂപയ്ക്കുള്ളിൽ തന്നെ അയല 1 കിലോ കിട്ടാറുണ്ട്. പക്ഷെ അത് ചെറിയ അയലയാണ്. മേ ബി അത് ഫ്രഷും ആയിരിക്കില്ല എന്ന് തോന്നുന്നു. എന്തോ 140 രൂപയായിരുന്നു അയലയ്ക്ക് വില. പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ എങ്ങനെയാണെന്ന് കമ്പയർ ചെയ്ത് പറയാനും എനിക്ക് അത്ര അറിയില്ല. ഇതിൻ്റെ കൂടെ, നമ്മുടെ ബിരിയാണിയുടെ കൂടെ സൈഡായിട്ട് സാലഡ്, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന തൈര് ഒഴിച്ചിട്ടുള്ള സാലഡും പിന്നെ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു കറിയുമാണ് ഉണ്ടായിരുന്നത്. ബീട്രൂട്ടിൻ്റെ കറി എന്ന് വെച്ചിട്ട് നിങ്ങൾക്കറിയാമല്ലോ, തലശ്ശേരി ബിരിയാണിയോട് കിട്ടുന്ന സ്വീറ്റ്നെസ് ഒക്കെയുള്ള ബീട്രൂട്ടിൻ്റെ ആ ഒരു കറി. അത് ഈ തലശ്ശേരി ബിരിയാണിയുടെ കൂടെ ഒരു അടിപൊളി സൈഡ് ഡിഷാണ്. കാരണം അതിൻ്റെ ആ സ്വീറ്റ്നെസ്സും നമ്മുടെ ബിരിയാണിയുടെ ആ ഒരു എരിവും കൂടെ പോകുമ്പോൾ മാച്ചായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതാണ് ഉണ്ടായിരുന്നത്. വയറ് താങ്ങി പിടിച്ചാണ് സത്യം പറഞ്ഞാൽ പുറത്തോട്ടിറങ്ങിയത്. അത്രയും ഫുള്ളായിട്ടാണ് പുറത്തോട്ടിറങ്ങിയത് കേട്ടോ. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴുണ്ട് ഫുള്ള് ചില്ലുകൂട്ടിലിരുന്നിട്ട് നമ്മുടെ കടികൾ നമ്മളെ നോക്കി ചിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഒരു തരി പോലും സ്പേസ് ഉണ്ടായിരുന്നില്ല കഴിക്കാൻ വേണ്ടി. അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് അങ്ങോരുടെ ഭാഗം ഒരു ചോദ്യം, ഓരോ ചായ കാച്ചിയാലോ എന്ന്. എൻ്റെ പൊന്നു മനുഷ്യ, എൻ്റെ വയറ്റിൽ ഒരു തരി സ്പേസ് ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയെങ്കിലും ഓരോ ചായയും കൂടി കുടിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് വിഷമമായാലോ എന്ന് വിചാരിച്ചു. പിന്നെ
നമ്മുടെ തലശ്ശേരി കല്യാണ ബിരിയാണിയുടെ അത്രയൊന്നും പറ്റില്ലെങ്കിൽ പോലും വല്ലപ്പോഴും മഴ കാത്തു കഴിയുന്ന വേഴാമ്പലിനെ പോലെ തലശ്ശേരി ബിരിയാണിയെ സ്വപ്നം കണ്ട് ഞെട്ടിയുണരുന്ന രാത്രികളിൽ ഓടിപ്പോയി കഴിക്കാൻ പറ്റിയ ഒരിടം തന്നെയാണ് നമ്മുടെ തലശ്ശേരി റെസ്റ്റോറൻറ്റ്.